ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, 2024 ഡിസംബർ 25 നമ്മൾ ഈശോയുടെ തിരുജനനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോവുക. ഈശോയുടെ തിരുജനനം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ ഈ ലോകത്തിലേക്ക് പൂർണ്ണ ദൈവവുമായിരുന്ന ഈശോ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രമാണം നമ്മളെ ഓർമ്മിപ്പിക്കുക ഈശോയുടെ രണ്ടാം വരവിലുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈശോ വീണ്ടും വരും. ഈശോ വീണ്ടും വരുമ്പോൾ പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുക, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ഗോതമ്പിനെ അറപ്പുരയിലേക്കും പതിരിനെ തീയിലേക്കും വലിച്ചെറിയുമെന്നുള്ള വലിയൊരു സന്ദേശം സ്നാപക യോഹന്നാൻ ഈശോയുടെ വരവിന് മുന്നോടിയായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയ ദൈവജനമേ, ഈശോയുടെ രണ്ടാം വരവിനുള്ള സമയമായി ഞാൻ നിങ്ങളും ക്രിസ്മസ് അലങ്കാരങ്ങളും ലൈറ്റുകളും പല വിവിധ വർണ്ണത്തിലുള്ള വിവിധ കളറുകളിലുള്ള ബൾബുകളും ലൈറ്റുകളും ഡെക്കറേഷനുകളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും ഈശോ ആകുന്ന ആ പ്രകാശത്തെ സ്വാഗതം ചെയ്യാനായിട്ടാണോ നമ്മൾ ഒരുങ്ങുക? ദൈവത്തിൻ്റെ ജനമേ, ഈശോ തീർച്ചയായിട്ടും വരും. സുവിശേഷത്തിൽ കാണുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനവും യെശയ്യാ 9:2 നമ്മൾ വായിക്കുക എങ്ങനെയാണ്? നിത്യപ്രകാശമായ രക്ഷയായ ഈശോയെ കുറിച്ചുള്ള പ്രവചനമാണ് യെശയ്യാ 9:2 നമ്മൾ കാണാം. വചനം ഇങ്ങനെ പറയാം, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ഈശോ ആകുന്ന ആ രക്ഷ, ഈശോ ആകുന്ന ആ വലിയ പ്രകാശം ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഈശോ പ്രകാശമാണ്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾക്കായി, മരണത്തിൻ്റെ നിഴലിലും താഴ്വരയിലും ആയിരിക്കുന്നവർക്കായി ഈശോ ഒരു നിത്യപ്രകാശമായി ലോകത്തിലേക്ക് വന്നതിൻ്റെ ഓർമ്മയാണല്ലോ നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുക. പ്രിയ ദൈവജനമേ, ഈശോ വീണ്ടും വരും. ഈശോയുടെ വരവിനായിട്ട് ഞാനും നിങ്ങളും റെഡിയാണോ? ഈ നിത്യവിധിക്കായിട്ട് വരുന്ന ഈശോ, ഇപ്പോൾ കരുണയുടെ വാതിൽ നമുക്കായി തുറന്നിട്ടിരിക്കുന്ന ഈശോ, നിത്യവിധിയിൽ എന്നെയും നിങ്ങളെയും എങ്ങനെയായിരിക്കും നമ്മളത് നേടുക? യെശയ്യാ 33:22 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനും ഭരണകർത്താവും രാജാവുമാകുന്നു, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കും. ഈശോ ആണ് രാജാവ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. കാരണം യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുവിൽ മാത്രമേ പാപമോചനമുള്ളൂ. അവൻ സർവാധിപനാ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമാണെന്ന് റോമ 9:5 പൗലോസ്ലീഹ നമ്മളോട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 5:20 യോഹന്നാൻ ശ്രീയുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്ക് പറഞ്ഞു വയ്ക്കുക എങ്ങനെയാണ്? യേശു നിത്യജീവനും സത്യ ദൈവവുമാണ്. വിജാതിയർ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലൂക്കാസ് സുവിശേഷകൻ 1-ാം അധ്യായം 32-33 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുക, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവൻ ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഞാനും നിങ്ങളും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഓർക്കുക, നമ്മൾ സ്റ്റാറുകളും ലൈറ്റുകളും വിവിധ വർണ്ണ അലങ്കാരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ ഓർക്കുക, ഞാനും നിങ്ങളും ഈശോയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ്.
ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുമയോടെ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ഈശോയെ രക്ഷകനും നാഥനുമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഈ ഈശോ അല്ലാതെ വേറൊരു ദൈവമില്ല. ഈശോയിൽ മാത്രമേ രക്ഷയുള്ളൂ. അവൻ്റെ നാമത്തിൽ മാത്രമേ പ്രത്യാശയുള്ളൂ. ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.